നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ജോമെട്രിയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്കറിയാം റെയിൽവേ SSC പോലുള്ള എക്സാമുകൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അഡ്വാൻസ്ഡ് സബ്ജക്റ്റാണ് ജോമെട്രി. അപ്പം നമ്മൾ മെൻഷുറേഷൻ 2D 3D ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അത് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3D പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ 2D കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ജോമെട്രി പോലുള്ള ടോപ്പിക്കുകൾ പഠിക്കുക. അതിനകത്ത് ഞാൻ ട്രയാങ്കിളും സർക്കിളും ഒക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജോമെട്രി പഠിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് 1-2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് കോഡ്? ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതെന്താണെന്ന് അറിയാൻ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളൊരു 10-100 അടുപ്പിച്ച് ക്വസ്റ്റ്യൻ ജോമെട്രി ബേസ് നിങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ട്രിഗണോമെട്രി പഠിപ്പിച്ചാലും ഓൾജിബ്ര പഠിപ്പിച്ചാലും മെൻഷുറേഷൻ 2D 3D ഏത് ടോപ്പിക്ക് പഠിപ്പിച്ചാലും നിങ്ങൾ മിനിമം ഒരു 100 അടുപ്പിച്ച് ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ എക്സാം ടൈമിൽ ചെല്ലുമ്പോൾ, അതിപ്പോൾ ബാങ്ക് എക്സാം ആയാലും SSC ആയാലും ഏത് ലെവൽ എക്സാം ആണെങ്കിലും നമ്മൾ ആ ടൈമിൽ നമുക്ക് കണ്ടുപരിചയമുള്ള ക്വസ്റ്റ്യൻസ് കിട്ടണം. എങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് തരാം എല്ലാ ടൈപ്പിൽ നിന്നും. ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ജോമെട്രി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ടേമുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് കോഡ്? ഓക്കെ, എന്താണ് ലാർജസ്റ്റ് കോഡ് എന്താണെന്ന് അറിയണം, സെഗ്മെന്റ് എന്താണെന്ന് അറിയണം, സെക്ടർ അറിയണം, മാർക്ക് അറിയണം, ഇക്വി ഡിസ്റ്റൻസ് എന്താണെന്ന് അറിയണം, ബൈസെക്ട്, കോമൺ കോഡ്, ഇങ്ങനെ ചില ടേമുകൾ കൃത്യമായിട്ട് ജോമെട്രി പോലുള്ള ടോപ്പിക്കുകളിനകത്ത് വരും. എന്താണെന്ന് അറിയണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താണ് കോഡ്? ഓക്കെ, നമുക്കറിയാം ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ സർക്കിളെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 360 ഡിഗ്രിയാണ്. 2Dക്കകത്ത് പറഞ്ഞാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ 2πr, ഏരിയ എന്ന് വെച്ചാൽ πr² ആണ്. സർക്കംഫറൻസ് 2πr ആണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതൊരു സെൻട്രൽ പോയിന്റ് ആണ്. നമുക്കിതിനെ റേഡിയസ് എന്ന് പറയാം അല്ലേ? റേഡിയസ് അല്ലേ? ഇതാണ് റേഡിയസ്. ഇപ്പോൾ O എന്നും A എന്നും പേര് കൊടുക്കണമെങ്കിൽ O നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റേഡിയസ്. ഓക്കെ, ഇപ്പം ഞാൻ മോനെ സർക്കിളിനുള്ളിൽ ഞാൻ P എന്ന് പറഞ്ഞൊരു പോയിന്റും അതുപോലെ തന്നെ Q എന്ന് പറഞ്ഞൊരു പോയിന്റും ഞാൻ അടയാളപ്പെടുത്തി. ഓക്കെ, PQ എന്നും കാണാൻ പറ്റും. അത് രണ്ടും ഞാൻ ലൈൻ സെഗ്മെന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് കോഡ്. ഓക്കെ, PQവിനെ നമ്മൾ എന്ത് വിളിക്കും? കോഡ് എന്ന് വിളിക്കും. ഈ ലൈൻ സെഗ്മെന്റ്, ദാറ്റ് ഈസ് ഈ സർക്കിളിനകത്തുള്ള ഒരു ലൈൻ സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? കോഡ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, രണ്ട് പോയിന്റ്സിനെ തമ്മിൽ യോജിപ്പിച്ചപ്പോൾ ഞാൻ ചോദിക്കണം, ഒരു സർക്കിളിനകത്ത് എത്ര കോഡ് വരയ്ക്കാൻ പറ്റും? ഒരുപാട് കോഡ് വരയ്ക്കാൻ പറ്റും. ഞാൻ ഇവിടെയും കൂടെ യോജിപ്പിച്ച് വരച്ചു കോഡ്. ഓക്കെ, ദാറ്റ് ഈസ് കോഡ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സർക്കിളിനകത്ത് ലൈൻ സെഗ്മെന്റിനെ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണത് കോഡ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും പറ്റും കോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റിനകത്ത് കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം. ആ ഒരു വരയ്ക്കാൻ നമുക്ക് ഇപ്പം PQ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ വരുമെന്നൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ലാർജസ്റ്റ് കോഡ്. അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താണ് ലാർജസ്റ്റ് കോഡ്? ഒരു സർക്കിളിനകത്ത് ലാർജസ്റ്റ് കോഡ് എന്തായിരിക്കും? ഡയമീറ്റർ. ലാർജസ്റ്റ് കോഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഡയമീറ്റർ എന്ന് വിളിക്കും. ലാർജസ്റ്റ് കോഡ് അല്ലെങ്കിൽ ഡയമീറ്റർ. നമുക്കറിയില്ലടാ മോനെ, ഡയമീറ്റർ സെൻട്രൽ പോയിന്റിൽ കൂടെ മാത്രമേ കടന്നു പോകുള്ളൂ. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ എന്താണ്? ഡയമീറ്റർ ആണ്. ഓക്കെ, ഇപ്പം ഞാൻ AB എന്ന് വിളിച്ച AB ഈസ് ഡയമീറ്റർ. അപ്പോൾ ലാർജസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം? ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇതൊക്കെ വായിക്കും. ഓക്കെ, അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു തന്നു? ലാർജ് കോഡ് എന്താണെന്ന് പറഞ്ഞു തന്നു. ലാർജസ്റ്റ് കോഡ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കണം, ഡയമീറ്റർ. ഓക്കെ, ഡയമീറ്റർ ആണ് ലാർജസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങൾ നമുക്കറിയാം, സെഗ്മെന്റ് പഠിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു ഒരു സർക്കിൾ. ഓക്കെ, ഇപ്പം ഞാൻ ഒരു കോഡ് തന്നെ ആയിക്കോട്ടെ, ഒരു കോഡ് തന്നെ ഞാൻ വരച്ചു. PQ എന്ന് പറഞ്ഞൊരു കോഡില്ല. സർക്കിളിനുള്ളിൽ വരയ്ക്കുന്ന രണ്ട് പോയിന്റ്സ് നമ്മൾ യോജിപ്പിക്കുന്നതാണ് എന്ത്? കോഡ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഒരു സെഗ്മെന്റ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിതിനെ 2 സെഗ്മെന്റ് ആയില്ലേ? ശരിയല്ലേ? ഒരു ലൈൻ സെഗ്മെന്റ് നമുക്ക് സർക്കിളിനെ 2 പാർട്ടാക്കി മാറ്റില്ല. ഞാൻ കണ്ടുപിടിടാം കൃത്യമായിട്ട് 2 പാർട്ടാക്കി. ഈ ഒരു ലൈൻ സെഗ്മെന്റ് നമുക്ക് എന്താക്കി മാറ്റി? 2 പാർട്ടാക്കി മാറ്റി. ഇതെന്ന് വെച്ചാൽ ഒരു മൈനറാണ്, ചെറിയൊരു പാർട്ട്. അതുപോലെ തന്നെ ഇതെന്താണ്? ലാർജറാണ്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞാൽ മേജർ പാർട്ടുമാക്കി മാറ്റും. അതുപോലെ തന്നെ മേജർ സെഗ്മെന്റും ഉണ്ടാവും, മൈനർ സെഗ്മെന്റും ഉണ്ടാവും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതാണ് സെഗ്മെന്റ്. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സെക്ടറും ആർക്കും. കൃത്യമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പം ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്ത് പോകണം. ഞാനിപ്പം 2D പഠിപ്പിച്ചപ്പോഴും 3D പഠിപ്പിച്ചപ്പോഴും ഞാൻ ആദ്യം എന്താണെന്ന് പറഞ്ഞു തന്നു, എന്നിട്ടാണ് പഠിപ്പിച്ചത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ടർ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരച്ചു സെൻട്രൽ പോയിന്റ്. ഓക്കെ, ദാറ്റ് ഈസ് സെക്ടർ. ഓക്കെ, നമുക്ക് സെക്ടർ ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇതെന്താണ്? ഇതൊരു മൈനർ സെക്ടർ ആണല്ലേ? ഈ പാർട്ട് എന്ന് വെച്ചാൽ മൈനർ ആണ്. ഇതെന്താണ്? മേജർ ആണ്. ഓക്കെ, അതാണ് 2 പാർട്ടുണ്ട്. സെക്ടർ ഒരിക്കലും മൈനർ ഉണ്ടാവും, എന്തുണ്ടാവും? മേജർ ഉണ്ട്. സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞില്ല. ഏരിയ എന്ന് വെച്ചാൽ θ/360 ഡിഗ്രി πr². വെരി ഇമ്പോർട്ടൻറ്റ്. θ/360 ഡിഗ്രി πr² ആണെന്ന് മനസ്സിലാക്കുക. ഏരിയ ഓഫ് എ സെക്ടർ. അതുപോലെ തന്നെ ആർക്ക്. ഓക്കെ, ആർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അല്ലേ? ഒരു ആംഗിൾ വരും. ഓക്കെ, കൃത്യമായിട്ട് ഒരു ആംഗിൾ വരച്ചു. ഇപ്പം ഞാൻ AB എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to B ആണ് അല്ലേ? A to B ആണ്. നമുക്കറിയാം ഇത് മൈനർ ആർക്കാണല്ലേ? മൈനർ ആണ്, മൈനർ പാർട്ടാണ്. ഓക്കെ, അടുത്ത പോകുന്നത് B to A ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. B to A. B ന്ന് Aയിലോട്ടാണ് പോകുന്നത്. ആദ്യം A to B, ദാറ്റ് ഈസ് മൈനർ ആർക്കാണ്. അതുപോലെ തന്നെ
B2A എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ട് ഇങ്ങനെ വരുമല്ലേ, B2A എന്ന് പറയുമ്പോൾ അതെന്താണത്, മേജർ ആർക്ക്. ഓക്കെ, അപ്പം ക്വസ്റ്റിനകത്ത് മേജർ ആർക്ക് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആംഗിൾ മാറും. ഇത് മൈനർ ആർക്കിന്റെ ആംഗിൾ, ഈ ആംഗിൾ ആണെങ്കിൽ മേജറിന്റെ എത്രയാണ്, ദാറ്റ് ഈസ് ഈ ആംഗിൾ ആണ്. നമ്മൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് പോലുള്ള ടോപ്പിക്കുകളൊക്കെ പഠിക്കുമ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ സെക്ടർ എന്താണ്, ആർക്ക് എന്താണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഇക്വി ഡിസ്റ്റൻസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇക്വി ഡിസ്റ്റൻസ് ഓക്കെ, പലർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു പാർട്ടാണ്. ഓക്കെ, ഇക്വി ഡിസ്റ്റൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തന്നെ ഇക്വി ഡിസ്റ്റൻസ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചു വെക്കുക. ഒരു സർക്കിൾ. ഓക്കെ, ഇപ്പം AB എന്ന് പറഞ്ഞൊരു കോഡ് ഞാൻ വരച്ചു, PQ എന്ന് പറഞ്ഞൊരു കോഡും വരച്ചു. ഓക്കെ, ഈ കോഡിന്റെ രണ്ടിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ AB യുടെ ലെങ്തും PQ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. കോഡുകൾ തമ്മിൽ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇത് സെന്റർ പോയിന്റ് ആണെങ്കിൽ സെന്റർ പോയിന്റ് AB എന്ന് പറയുന്ന കോഡിലേക്കുള്ള ഡിസ്റ്റൻസും സെന്റർ പോയിന്റ് PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതിനെ പറയുന്ന പേരാണ് ഇക്വി ഡിസ്റ്റൻസ്. എഴുതി വെച്ചോളാം. ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് ഈക്വൽ ആയിട്ടുള്ള എന്തായിരിക്കണം, കോഡായിരിക്കണം. PQവും AB-യും സെൻറ്ററിൽ നിന്ന് സെൻറ്റർ പോയിന്റിൽ നിന്ന് AB എന്ന് പറഞ്ഞ കോഡിലേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ സെൻറ്റർ പോയിന്റിൽ നിന്ന് PQ എന്നുള്ള കോഡിലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇക്വി ഡിസ്റ്റൻസ് എന്ന് പറയും. ഇനി അടുത്ത ബൈസെക്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, എൻ്റെ കൂടെ തന്നെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, വീഡിയോ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. അടുത്ത ബൈസെക്ട്. ഓക്കെ, നമുക്ക് ശ്രദ്ധിച്ചിരിക്കണേ. വീണ്ടും ഞാൻ ഒരു സർക്കിളിനകത്ത് PQ എന്ന് പറഞ്ഞൊരു കോഡ് വരച്ചു. ഓക്കെ, ഇത് സെൻറ്റർ പോയിന്റ്. ഓക്കെ, നമുക്ക് ബൈസെക്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തു പോലെ ഒരു 90 പെർപെൻഡിക്കുലർ വരയ്ക്കും അല്ലേ. അപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് വരച്ച് ചെയ്താൽ ദാറ്റ് ഇസ് ബൈസെക്ട് ചെയ്തു എന്ന് പറയും. എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. നമുക്കറിയാം 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് ഈക്വൽ പാർട്ടാക്കി മാറ്റും. ഇവിടെ ഞാൻ A എടുക്കുവാണെങ്കിൽ PA സമം AQ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആംഗിൾ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക, 90 ഡിഗ്രി ആക്കി മാറ്റും. ബൈസെക്ട് വരയ്ക്കും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വരയ്ക്കും എന്ന് വെച്ചാൽ ആംഗിൾ എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക, 90 ഡിഗ്രി കട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കിയെടുക്കുക. ദാറ്റ് ഈസ് ബൈസെക്ട്. എല്ലാം ജസ്റ്റ് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. കോമൺ കോഡ്, വെരി ഇമ്പോർട്ടൻറ്റ് കോമൺ കോഡ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അത് കോമൺ കോഡ് എന്നൊക്കെ പറയത്തുള്ളൂ. അപ്പം കോമൺ കോഡ് എങ്ങനെ വരയ്ക്കും, രണ്ട് സർക്കിളിൻ്റെ എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഫിഗർ ഇതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. കോമൺ കോഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫിഗർ ഇതുപോലെ വരും. ദാറ്റ് ഈസ് കോമൺ കോഡ്. രണ്ടിൻ്റെയും കോമൺ കോഡ് ഇതാണ്. ഈ സർക്കിളിൻ്റെ ഇതിൻ്റെ സെൻറ്റർ O ആണെങ്കിൽ ഇതിൻ്റെ A എന്നും ഇതിൻ്റെ B എന്നും വിളിച്ചാൽ ഈ സർക്കിളിൻ്റെ കോഡാണത്. അതുപോലെ തന്നെ ഇതിൻ്റെയും A എന്ന് പറഞ്ഞ സെൻറ്റർ പോയിന്റുള്ള സർക്കിളിൻ്റെ കോഡും B എന്ന് പറഞ്ഞ എൻ്റെ കോമൺ കോഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ റേഡിയസ് ഞാൻ ഇപ്പോൾ ഇതുപോലെ സെഗ്മെൻറ്റ് വരച്ചാൽ, ഇതുപോലൊരു ലൈൻ വരച്ചാൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യം. അപ്പം നിങ്ങൾ അറിയേണ്ട മെയിൻ കാര്യം, കോമൺ കോഡ് വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഫിഗർ ഒരു ബന്ധമില്ലാതെ വരയ്ക്കരുത്. ഇതുപോലെ വരച്ചിട്ട് ദാറ്റ് ഈസ് കോമൺ കോഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. കോഡ് എന്താണ്, ലാർജസ്റ്റ് കോഡ് എന്താണ്, സെഗ്മെന്റ് എന്താണ്, സെക്ടർ, ആർക്ക്, ഇക്വി ഡിസ്റ്റൻസ്, ബൈസെക്ട്, ഇങ്ങനെയൊക്കെ ടേമുകൾ പറയുമ്പോൾ കോമൺ കോഡ് എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റണം. നമുക്ക് ഈ പ്രീവിയസ് ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ആദ്യമേ തന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞത്, നമുക്കിപ്പോൾ ജോമെട്രിക്കകത്തൊരു 10-300 പ്രോപ്പർട്ടീസ്, ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. നമുക്ക് ഓരോ പ്രോപ്പർട്ടീസും പഠിച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ നടക്കില്ല. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ, പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി കൂടെ എന്ത് ചെയ്യുക, കൂടെ പഠിച്ചു പോകാൻ. ഞാൻ ഈ ടേംസ് ഒന്ന് പറഞ്ഞു തന്നില്ല, ടേംസുകൾ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഞാൻ പ്രോപ്പർട്ടീസ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പോൾ ആംഗിൾ തമ്മിൽ ഈക്വലാവും, അവിടുത്തെ ആംഗിൾ ഇവിടുത്തെ ആംഗിൾ ഈക്വലാവും. നമ്മൾ ചെറിയ ക്ലാസ് കൊണ്ടേ പഠിക്കുന്നതാണല്ലേ. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ബൈസെക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു കാണാതെ പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വരുന്നുണ്ടോ അത് പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഇൻ ദ റേഷ്യോ 3:4:6. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സൈഡ്സ്, ട്രയാങ്കിളിന്റെ കാര്യമാണ് പറഞ്ഞത്. ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 3:4:6 എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രയാങ്കിൾ ഈസ്, ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ അക്യൂട്ട് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആണോ, അതുപോലെ തന്നെ ഒബ്റ്റ്യൂസ് ആംഗിൾ, എയ്തർ അക്യൂട്ട് ആംഗിൾ ഓർ റൈറ്റ് ആംഗിൾ എന്ന് ചോദിച്ചു. ഓക്കെ, ഏതാണ് ഞാൻ ചോദിക്കട്ടെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇപ്പം 3, 4, 5 എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമ്പോൾ വലിയ വശത്തിന്റെ സ്ക്വയർ ഈക്വൽ ആണെങ്കിൽ ഉറപ്പിക്കാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. 2Dയിൽ പറഞ്ഞ എന്താ, അപ്പം ഞാൻ പറഞ്ഞു ഇത് 3 യൂണിറ്റ്, 4 യൂണിറ്റ്, 6 യൂണിറ്റ്. ഓക്കെ, ചെറിയ വശം, ചെറിയ രണ്ട് വശം, 3x എന്നും 4x എന്നും 6 എന്നും റേഷ്യോ പഠിച്ച ആൾക്കാരാണ്, എടുത്തില്ലേലും വിഷയമില്ല കേട്ടോ. 3x സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3x സ്ക്വയർ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. 4x ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചു, എത്ര വരും പറഞ്ഞേ, 9x സ്ക്വയർ പ്ലസ് 16x സ്ക്വയർ എത്ര വന്നു, 25x സ്ക്വയർ. അതോടെ കിടക്കണം. ചെറിയ രണ്ട് സ്മോളസ്റ്റ് സൈഡ്സിന്റെ സ്ക്വയർ ഞാൻ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ വലിയ സൈഡ്സിന്റെ ലാർജസ്റ്റ് സൈഡിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു, എത്ര വരും, 36 സ്ക്വയർ. ഓക്കെ, അപ്പം ഞാൻ പറയട്ടെ, അപ്പം 25x സ്ക്വയർ സമയം 25x സ്ക്വയർ എന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചാണ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു ഇപ്പം 3, 4, 5, ഇപ്പം 3:4:5 ആണെങ്കിൽ ഉറപ്പിക്കാം.
ഇപ്പൊ 3ഉം 4ഉം 5ഉം ആണെങ്കിൽ 3ന്റെ സ്കോർ 9ഉം 4ന്റെ സ്കോർ 16ഉം 5ന്റെ സ്കോർ 25ഉം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 25ന് ഈക്വലാണ്. ഇപ്പോൾ 6ഉം 8ഉം 10ഉം ആണെങ്കിൽ ഉറപ്പിക്കാം ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ നിങ്ങൾ നോക്കണം, ചെറിയ രണ്ട് സൈഡ്സിന് എഴുതി വെക്കുക, കൂടെ എഴുതി വെക്കുക. സ്മോളസ്റ്റ് സൈഡ്സിന്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടിയ അത് എന്ന് പറഞ്ഞാൽ വലിയ സൈഡിന്റെ സ്ക്വയറിനേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് ഒബ്റ്റ്യൂസ് ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ കൂടുതലും ബാക്കി 2 ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ ചെറുതുമായിരിക്കും. ഓക്കെ, ബാക്കി ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ എന്തായിരിക്കണം, ചെറുതുമായിരിക്കണം. ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും, ബാക്കി 2 ആംഗിൾ എന്തായിരിക്കും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. ആ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ അത് ഏത് കൊടുക്കണം, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഓപ്ഷൻ സി ആൻസർ. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ 3:4:5 ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കണം, ഈ റേഷ്യോ ആണെങ്കിൽ ഉറപ്പിക്കാം. ക്വസ്റ്റ്യനകത്ത് വരുന്നെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പം ചെറിയ രണ്ട് സൈഡ്സിന്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യുക, അത് വലിയ വശത്തിന്റെ വലിയ സൈഡിന്റെ സ്ക്വയറിനേക്കാൾ ചെറുതാണെങ്കിൽ ഉറപ്പിക്കാം ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ 2 ആംഗിൾ 90 ഡിഗ്രി ചെറുതും ഒരു ആംഗിൾ എന്തായിരിക്കണം 90 ഡിഗ്രി കൂടുതലായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. എന്താ പറഞ്ഞത്, ടേക്കിംഗ് എനി 3 ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ഔട്ട് ഓഫ് എ സെഗ്മെന്റ് ഓഫ് ലെങ്ത് 2, 3, 5 അല്ലേ, 2, 3, 5 അതുപോലെ തന്നെ 6 സെന്റിമീറ്റർ 4 സൈഡ് പറഞ്ഞു. ഓക്കെ, 4 സെന്റിമീറ്റർ പറഞ്ഞു, ലെങ്ത് പറഞ്ഞു. നമ്പർ ഓഫ് ട്രയാങ്കിൾ ക്യാൻ ബി ഫോംഡ്. ഓക്കെ, ഇതിനകത്ത് 3 എന്തായാലും ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ 3 സൈഡ് മതി. ഓക്കെ, ഈ 3 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 2, 3, 5 എടുക്കാവോ, 3, 5, 6 എടുക്കാവോ, അല്ലെങ്കിൽ 2, 5, 6 വേണോ, അങ്ങനെ എത്ര ട്രയാങ്കിൾ ഫോം ചെയ്യാം എന്ന് ചോദിച്ചു. നമ്മൾ തോന്നി കണക്ക് എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റി. ഞാൻ പറഞ്ഞു ഒരു ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ചെറിയ രണ്ട് സൈഡ്സ് സമ്മ് ചെയ്യുമ്പോൾ വലിയ സൈഡിനേക്കാൾ വലുതായിരിക്കണം, എങ്കിൽ മാത്രമേ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റൂ. നിങ്ങൾ അപ്പം തോന്നി കണക്ക് എഴുതരുത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം, 2ഉം 5ഉം ഞാൻ എടുത്തു. 2ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും, 7. 2ഉം 5ഉം 7 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം 2ഉം 5ഉം 7 ആണ്. ഇവിടെ 3 കൊടുക്കാൻ പറ്റില്ല, നമുക്കറിയാം 6. ഇതൊരു സൈഡാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ട്രയാങ്കിളിന്റെ സൈഡാണ്. കാര്യം 2 + 5 എത്ര വരും, ഗ്രേറ്റർ ദാൻ 6 ആണ്. വലിയ സൈഡിനേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ആലോചിക്കണം, 2ഉം 5 കൊടുത്താൽ എനിക്ക് 3 കൊടുക്കാൻ പറ്റില്ല, ഈക്വൽ ആവാനും പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഏത് കൊടുക്കാൻ പറ്റും, ഞാൻ 3ഉം 5ഉം എടുത്തു, 6നേക്കാൾ വലുത്. എന്തായാലും 3 സൈഡ് എടുക്കാൻ പറ്റും. 3 + 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 6 ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെയും ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ 1ഉം 2ഉം 2ഉം 5ഉം എടുത്തിട്ട് 6 എടുക്കാൻ പറ്റില്ല, കാര്യം 2ഉം 5ഉം കൂടെ കൂട്ടിയാൽ 7 6നേക്കാൾ വലുതാണ്. ഓക്കെ, പിന്നെ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് 2 എണ്ണേ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ 2ഉം 6ഉം 3ഉം എടുക്കാൻ പറ്റില്ല. ഓക്കെ, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ. അപ്പോൾ 2 ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നിന്റെ സൈഡിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞു 2ഉം 5ഉം 6ഉം ആയിരിക്കണം, 3ഉം 5ഉം 6ഉം ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ചെറിയ 2 സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ വലിയ സൈഡ്സിന്. അപ്പം പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞില്ലടാ, ഇതിലെ കൂടെ പഠിച്ചു പോകുന്നതാണ് ബെറ്റർ. അല്ലാതെ ഓരോന്നും കാണാതെ പഠിച്ചിട്ട് അത് അവിടെ അപ്ലൈ ചെയ്യണം എന്ന് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ട്രിഗണോമെട്രി, ഓൾജിബ്ര ഒക്കെ പഠിക്കണം. ടിപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഓരോന്നും പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നെ അതാ പറഞ്ഞ മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു 100ഓളം ക്വസ്റ്റ്യൻ നിങ്ങൾ ജോമെട്രി ഉള്ള ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ അത് സ്വന്തമാണ്. അല്ലാതെ എപ്പോഴും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ അത്യാവശ്യം എല്ലാ ടൈപ്പും ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ട്രയാങ്കിളിന്റെ ചെറിയ സൈഡ്സ് 2 സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ വലിയ സൈഡിനേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയാണ് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോം ചെയ്യും. ആൻസർ എത്ര കൊടുക്കുക, ഓപ്ഷൻ ബി 2 കൊടുക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 4:5. ഞാൻ പറഞ്ഞു ട്രയാങ്കിൾ ബേസ് ആണ്, നമ്മൾ സർക്കിളിലോട്ട് പോകും. ഓക്കെ, കൂടുതലും ജോമെട്രിയിൽ വരുന്ന ട്രയാങ്കിൾ സർക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കിയെടുക്കുക. 4:5:6 ആൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് 3 സെന്റിമീറ്റർ. ദെൻ ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാങ്കിൾ കറസ്പോണ്ടിങ് ടു ദ ലാർജസ്റ്റ് സൈഡ് ഓഫ് ദി ബേസ്. വെരി നല്ല ക്വസ്റ്റ്യൻ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ സൈഡ്സ് പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. 4:5:6 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ നിങ്ങൾ നോക്കേ. 4ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ 25ഉം 16ഉം ഒരിക്കലും അല്ല, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഇതിനെ ABC എന്ന് പേര് വിളിച്ചു. ഇത് 4x ഉം 5x ആഡ് കഴിഞ്ഞാൽ 9x ആണ്, 6നേക്കാൾ വലുതാണ്, ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെ ഞാൻ 4x എന്ന് സൈഡ് എടുത്തു. അതുപോലെ തന്നെ ഇതിനെ ഞാനെന്ന് വെച്ചു 5x, അതുപോലെ തന്നെ 6x എന്ന് വിളിച്ചു. ഓക്കെ,
ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, എ സി എന്ന് പറഞ്ഞാൽ ഞാൻ 6 ഇതൊരു സെൻറ്റർ പോയിന്റ് ആണെങ്കിൽ ഇതിനകത്ത് റേഡിയസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും? ഇതിന് ഞാൻ ഇപ്പം വേറെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് മെയിനായിട്ട് എന്താ കാര്യം പറഞ്ഞേക്കുന്നത്, ആൻഡ് ദി ഇൻ റേഡിയസ് ഓഫ് ദി ട്രയാങ്കിൾ. ഇൻ റേഡിയസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ ഈ ഒരു പോയിന്റ് യോജിപ്പിക്കുകയാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഞാൻ യോജിപ്പിച്ചു, കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ വരയ്ക്കും. ഓക്കെ, അതുപോലെ ഇവിടുന്ന് യോജിപ്പിച്ചു, അതുപോലെ തന്നെ ഇങ്ങോട്ട് യോജിപ്പിച്ചു. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചില്ലടാ, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ, ഹാഫ് BH √(s) ഒന്നും വേണ്ട, അത് നമുക്ക് അറിയില്ലെങ്കിലുള്ള കാര്യങ്ങളാണ്. സെമി പെരിമീറ്റർ വെച്ചൊന്നും ചെയ്യേണ്ട. ഹാഫ് BH ഞാൻ പറഞ്ഞു, ട്രയാങ്കിൾ ഹാഫ് BH ആണ് ഞാൻ പറഞ്ഞു. × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരലോഗത്തിന്റെ ഏരിയ കിട്ടും. അതൊക്കെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ ഞാൻ വരച്ചതിനകത്ത് ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. കൃത്യമായിട്ട് വരയ്ക്കുക. ഈ പോയിന്റിന് ഞാൻ സെൻറ്റർ പോയിന്റ് എന്ന് എടുത്തു. ഓക്കെ, ഇതിന് ഞാൻ O എന്നെടുത്തു, B ABC ആണ്, D എന്ന് വിളിച്ചു, E എന്ന് വിളിച്ചു, F എന്ന് വിളിച്ചു. ഓക്കെ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി DF എന്ന് V എന്ന് വിളിച്ചു. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? AE അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, AE അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാങ്കിൾ കറസ്പോണ്ടിങ് ലാർജസ്റ്റ് സൈഡ് ഓഫ് ദി ബേസ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ലാർജസ്റ്റ് സൈഡിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 6x എടുക്കാം. ഇവിടെ 6x തീരാവുന്ന പ്രശ്നമില്ല ഉള്ളൂ. ഓക്കെ, ഇവിടെ 6x എടുക്കുകയാണെങ്കിൽ അതിൻ്റെ AE ആണ് ചോദിച്ചത് അല്ലേ? AE ചോദിച്ചു, AE ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? H ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഏരിയ ഓഫ് എഴുതി വെക്കുക, എൻ്റെ കൂടെ എഴുതി വെക്കുക, ഏരിയ ഓഫ്, ഇത് മായ്ച്ചു കളയും, ഒക്കെ എഴുതിയെടുക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, ഇതിൻ്റെ മൊത്തത്തിൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയാങ്കിൾ ഏരിയ ഓഫ് എന്ന് ഷോർട്ടായിട്ട് എഴുതുക കേട്ടോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ നിങ്ങൾ നോക്കേ, ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കുക. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏതാണ്? AOB പ്ലസ് ഏരിയ ഓഫ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെടുക്കുക. ഏതാണ്? AOC പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏത് വരും? ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഏത് വരും? BOC. ഇത്രയും ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടില്ലാണ്ട് 3 കൂടെ കവർ ചെയ്തു. ഓക്കെ, ഈ AOB എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയയും AOC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയയും നിങ്ങൾ ഫിഗർ നോക്കുക. ഈ BOC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് എന്ത് കിട്ടും? ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. നമുക്കറിയാം ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് BH. ഞാൻ പറഞ്ഞു ലാർജസ്റ്റ് സൈഡിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തത് 6x. ദാറ്റ് ഈസ് B ബേസ്. 6x ഇൻറ്റു എന്ത് വരും പറഞ്ഞേ? H ആണ്. ഞാൻ പറഞ്ഞു H ആണ് AE കണ്ടുപിടിക്കുന്ന കാര്യം. ഹാഫ് BH പെർപെൻഡിക്കുലർ ഹൈറ്റ്. ഓക്കെ, AOP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇവിടെ OC എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇവിടെ OD എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഇവിടെ OE എന്ന് പറഞ്ഞാലും OF എന്ന് പറഞ്ഞാലും റേഡിയസ് അല്ലേ? ക്വസ്റ്റിനകത്ത് നോക്കേ, OF എന്ന് പറഞ്ഞാലും OE എന്ന് പറഞ്ഞാലും OD എന്ന് പറഞ്ഞാലും റേഡിയസ് അല്ലേ? ആ റേഡിയസ് ക്വസ്റ്റിനകത്ത് ഇൻ റേഡിയസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 3 സെൻറ്റിമീറ്റർ. ഓക്കെ, 3 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് കിടക്കണം മാറിപ്പോരുത്. 3 സെൻറ്റിമീറ്റർ ക്വസ്റ്റിനകത്ത് പറഞ്ഞാണ് ഇൻ റേഡിയസ് എത്ര? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വളരെ ഈസിയായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറയുക, AOB എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് എത്ര വരും? 5x. ശരിയല്ല? ഹാഫ് BH ആണ് ഏരിയ. ഹാഫ് BH അത് എഴുതിയ സമയം കളയണ്ട. H എന്ന് പറയുമ്പോൾ OD എന്ന് പറഞ്ഞാൽ റേഡിയസ് എത്ര? 3 പ്ലസ്. ശരിയല്ലേ? വീണ്ടും ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC എന്ന് പറഞ്ഞാൽ ഹാഫ് B. AOCയുടെ ബേസ് എത്ര വരും? AOC നോക്കടാ, ഫിഗറിലോട്ട് നോക്കി. AOC എന്ന് പറയുമ്പോൾ AOC ആണ്, AOB ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, AOB എന്ന് പറയുമ്പോൾ 4x വരും. ഓക്കെ, 4x × 3. AOC എന്ന് പറയുമ്പോൾ AOC 5x ഇൻറ്റു റേഡിയസ് 3 തന്നെയാണ്. ഓക്കെ, പ്ലസ് BOC എന്ന് പറയുമ്പോൾ BOC ഹാഫ് ഇൻറ്റു 6x ഇൻറ്റു 3. ദാറ്റ് ഈസ് ആൻസർ. ഇതിനകത്ത് നമുക്ക് H കണ്ടുപിടിച്ചാൽ മതി. എല്ലാത്തിലും X ഇല്ലേ? Xനെ ഞാൻ വെട്ടിക്കളയുവാണ്. ഇവിടെ ഇത് രണ്ടും വെട്ടിക്കളഞ്ഞു. 3H ഈക്വൽസ് ഇവിടെ 1/2 കോമൺ ആയിട്ട് എടുത്തു. X പോയെ, ഇവിടുത്തെ എക്സും കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ചെറിയ പിള്ളേരൊന്നുമല്ല. കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലുണ്ട് വെട്ടിപ്പോയി. ഓക്കെ, ഇവിടെ ഹാഫ് എടുത്തു. ഇവിടെ 4 ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 4 3 എത്ര വരും? 12 വരും. വേണമെങ്കിൽ നിങ്ങൾക്ക് 3 എല്ലാത്തിനും കോമൺ അല്ലേ? 3 എല്ലാത്തിലും 3യും കോമൺ. അപ്പോൾ 3/2 എന്ന് എടുക്കാം. ഓക്കെ, 3/2 4 + 5 + 6. അത് നിങ്ങളുടെ സ്പീഡാണ് കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വെട്ടിക്കളി. ഈ 3യും 3യോടെ വീണ്ടും ക്യാൻസൽ ആയിപ്പോയി. H ഈക്വൽസ് ഓക്കെ 1/2 ഇവിടെ കിടപ്പുണ്ട്. 4 10 15. ഓക്കെ, ഇൻറ്റു 15 7.5. ഓക്കെ, ഹൈറ്റ് എത്ര വരും? 7.5 ആൻസർ വരും. 7.5 സെൻറ്റിമീറ്റർ. ഞാൻ പറഞ്ഞു കാൽക്കുലേഷൻ നിങ്ങളുടെ സ്പീഡാണ്. നിങ്ങൾക്ക് എങ്ങനെ വെള്ളം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് OD അതുപോലെ തന്നെ അല്ലെങ്കിൽ OE OF ആണ്. ആ 3 സെൻറ്റിമീറ്റർ മനസ്സിലാക്കുക.
ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH. ഒന്നുമില്ല, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നല്ലൊരു ക്വസ്റ്റൻ ആണല്ലേ. ക്വസ്റ്റൻ പറഞ്ഞത് എന്താണ്? ABC is a triangle. The bisectors, ഞാൻ പറഞ്ഞ ബൈസെക്ടേഴ്സ് ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഈക്വലായിട്ട് കട്ട് ചെയ്യും. ഓക്കെ, the internal angle B and external angle C intersect at D എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട്. അപ്പോൾ ഫിഗർ കൃത്യമായിട്ട് വരയ്ക്കാൻ നമ്മൾ പഠിക്കണം. ആംഗിൾ BD സമം നമുക്ക് ഫിഗർ നോക്കാം. ഓക്കെ, ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, അത് അവിടെ കിടക്കട്ടെ. ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, നമുക്ക് അതിന് പേരും കൊടുക്കാം ABC. കൃത്യമായിട്ട് പറഞ്ഞു, ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഇന്റേണൽ ആംഗിൾ B. ഓക്കെ, ഇന്റേണൽ ആംഗിൾ B അത് ബൈസെക്ട് ചെയ്യുന്നു. എവിടെ? പുറത്ത്. എക്സ്റ്റേണൽ ആംഗിൾ C ഇവിടെ ബൈസെക്ട് ചെയ്യുന്നു, പുറത്തൊരു പോയിന്റിൽ ബൈസെക്ട് ചെയ്യുന്നു അല്ലേ. എവിടെയാണ്? D എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് നമുക്ക് വരുമ്പോൾ D എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നു, കൃത്യമായിട്ട് C എന്ന് പറഞ്ഞ കൊടുത്തു. നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞു C എന്ന് പറഞ്ഞത് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ട് ചെയ്യുന്നു. നമുക്കിത് ജസ്റ്റ് ഒന്ന് CD എന്നൊന്ന് വരയ്ക്കാം. ഓക്കെ, CD നമുക്കൊരു പോയിന്റൂടെ പേരോട് കൊടുക്കുക, അല്ലെങ്കിൽ CD. ഇവിടെ ഡിയിലാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? E എന്ന് വിളിക്കുന്നത്. കാര്യം ഇന്റേണൽ ആംഗിൾ ബിയും എക്സ്റ്റേണൽ ആംഗിൾ ബിയും സിയുടെ എക്സ്റ്റേണൽ നമുക്ക് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? ഒരു പുറത്തൊരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ആംഗിൾ BDC 50 ഡിഗ്രി. ഓക്കെ, ആംഗിൾ BDC. ഓക്കെ, ഇത് 50 ഡിഗ്രി എന്ന് പറഞ്ഞു. ഓക്കെ, 50 ഡിഗ്രി എന്ന് പറഞ്ഞു. ക്വസ്റ്റിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ A. ഇപ്പോൾ പഠിച്ചവരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ആൻസർ എത്ര വരും. എനിക്ക് പ്രോപ്പർട്ടി അറിയാവുന്നതുകൊണ്ട് അറിയാം ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ആൻസർ. ഓക്കെ, ആൻസർ 100 ഡിഗ്രി ആയിരിക്കും. 100 ഡിഗ്രി ഓപ്ഷൻ A ആയിരിക്കും ഉത്തരം. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ ഡബിൾ ആംഗിൾ ആയിരിക്കും ഇതിൻ്റെ. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇത് ബൈസെക്ട് ഞാൻ ഇതിനെ X എന്ന് വിളിക്കുവാണ്. ഇത് X ആണെങ്കിൽ ഈ പോയിന്റ് എത്ര ആയിരിക്കും? X ആയിരിക്കും, ശരിയല്ലേ? ഇത് കൃത്യമായിട്ട് ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് Y ആണെങ്കിൽ ഈ പോയിന്റ് എത്ര ആയിരിക്കും? ഞാനിവിടെ Y എടുത്തു കഴിഞ്ഞാൽ ഇതും Y ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് കൃത്യമായിട്ടൊന്ന് അറിയേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ 100 ഡിഗ്രി വരും ആൻസർ. അത് നമുക്കത് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം അറിയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നമുക്കിപ്പം ആംഗിൾ ACE എടുക്കുന്നു. ആംഗിൾ ACE. ഓക്കെ, ആംഗിൾ ACE എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പോയിന്റ് വരും? ഈ ടോട്ടൽ വരും അല്ലേ. ആംഗിൾ ACE എന്ന് പറയുമ്പോൾ 2y വരും. ശ്രദ്ധിച്ചു. ഓക്കെ, Y + Y വരും. അപ്പോൾ 2y ആണ്. ആംഗിൾ ACE ആണ്, 2y. ഇതൊരു എക്സ്റ്റീരിയൽ ആംഗിൾ അല്ലേ? നിങ്ങൾ നോക്കിയാൽ പുറത്തുള്ള ആംഗിൾ അല്ലേ? ഇപ്പം ഞാൻ ട്രയാംഗിൾ ABC ആണ് എടുക്കുന്നതെങ്കിൽ, ട്രയാംഗിൾ ABC ആണ് എടുക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം. ട്രയാംഗിൾ ABC ആണ് എടുക്കുന്നതെങ്കിൽ ACE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ആംഗിളാണ്, എക്സ്റ്റീരിയൽ ആംഗിളാണ്. നമ്മളൊരു പ്രോപ്പർട്ടി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ദ ആംഗിൾ ഓഫ് അല്ലേ, ദ എക്സ്റ്റീരിയൽ ആംഗിൾ ഈസ് സം ഓഫ് ദി എന്താണ് പഠിച്ചേക്കുന്നത്? ഓപ്പോസിറ്റ് ഇന്റീരിയൽ ആംഗിൾ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പറഞ്ഞേ. ദ എക്സ്റ്റീരിയൽ ആംഗിൾ ഈസ് സം ഓഫ് ദി എന്താണ്? ഓപ്പോസിറ്റ് ഇന്റീരിയൽ ആംഗിൾ. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇന്റീരിയൽ ആംഗിൾ ആരൊക്കെ വരും? BAC. ഈ പോയിന്റ് വരും. നമ്മൾ പറഞ്ഞ ട്രയാംഗിൾ എടുത്തത് ആംഗിൾ BAC വരും. അതുപോലെ തന്നെ ഇനി ആരും കൂടെ വരും? ഇവരും വരും. അതുപോലെ തന്നെ ABCയും വരും. ഓക്കെ, ആംഗിൾ ABCയും വരും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എക്സ്റ്റീരിയൽ, ദ ആംഗിൾ ഓഫ് എക്സ്റ്റീരിയൽ ആംഗിൾ ഈസ് ദ സം ഓഫ് ദി ഓപ്പോസിറ്റ് ഇന്റീരിയൽ ആംഗിൾ. ഓപ്പോസിറ്റ് ഇന്റീരിയൽ ആംഗിൾ ആണ് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ A എന്ന് പറഞ്ഞ ആംഗിളും B എന്ന് പറഞ്ഞ ആംഗിളൂടെ കൂട്ടുന്നതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് അത് അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പം കൃത്യമായിട്ട് ABC എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല, 2x എന്ന് കിട്ടില്ല. ABC എന്ന് പറയുമ്പോൾ ABC x കൂടെ എന്തായി മാറും? 2x ആയി മാറും. അപ്പം നമുക്കറിയാം ആംഗിൾ BAC + 2x. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്തുണ്ട്? ഒരു എക്സ്റ്റീരിയൽ ആംഗിളുണ്ട്. ഏതാ? നമ്മളിപ്പം BDC എന്ന് പറഞ്ഞൊരു ആംഗിൾ എടുക്കുവാണെങ്കിൽ, അതുപോലെ തന്നെ സിമിലർലി ആംഗിൾ ഏത് വരും? DC. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് DCE എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ട്രയാംഗിൾ BDC എടുക്കുവാണെങ്കിൽ, ട്രയാംഗിൾ BC ആണ് ഈ ട്രയാംഗിൾ എടുക്കുവാണെങ്കിൽ BDC എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, BDC എന്ന് പറഞ്ഞ ട്രയാംഗിൾ വരയ്ക്കുവാണെങ്കിൽ ഇതും എന്താണ്? എക്സ്റ്റീരിയൽ ആംഗിൾ ആണ്. DCE എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ എക്സ്റ്റീരിയൽ ആംഗിൾ ഈസ് സം ഓഫ് ദി ഓപ്പോസിറ്റ് ഇന്റീരിയൽ ആംഗിൾ ആയിരിക്കും. സം ഓഫ് ദി ഓപ്പോസിറ്റ് ഇന്റീരിയൽ ആംഗിൾ ആയിരിക്കും. അപ്പം DCE എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ആംഗിളും അതുപോലെ 50 ഡിഗ്രി. ഓക്കെ, ആംഗിൾ BDC പ്ലസ് അതുപോലെ തന്നെ ആംഗിൾ DBC ആയിരിക്കും. ശരിയല്ലേ? ആംഗിൾ DBC ആയിരിക്കും അല്ലേ? കൃത്യമായിട്ട് ചെയ്യുക. നമുക്കറിയാം BDC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വരും? 50 ഡിഗ്രി. BDC 50 ഡിഗ്രി പ്ലസ് DBC എന്ന് പറഞ്ഞാൽ X വരും. ഓക്കെ, DCE എന്ന് പറഞ്ഞാൽ Y അല്ലേ? Y എന്ന് കിട്ടി. നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് എത്ര കിട്ടും? Y - X = 50 ഡിഗ്രി. ഒക്കെ നമ്മുടെ കിടക്കട്ടെ. Y - X = എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. നമുക്കറിയാം നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇവിടുന്ന് ആംഗിൾ BAC ആണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റിനകത്ത് എന്താ ചോദിച്ചേക്കുന്നത്? BAC. ആംഗിൾ BAC തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞേ, ആംഗിൾ BAC എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടില്ലടാ. 2y - 2x 2 കോമ്പണന്റ് എടുത്താൽ y - x. നമുക്ക് ഇവിടുന്ന് y - x എത്രയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്?
50 ഡിഗ്രി. ഞാൻ പറഞ്ഞ് എഴുതുമ്പോൾ മാറിപ്പോകുന്നെങ്കിലുള്ള കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ നോക്കി പഠിക്കാൻ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം, ഇതിനകത്ത് മെയിൻ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചില്ലടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് പഠിച്ചു പോവുക. എന്താണ് പറഞ്ഞത്? എക്സ്റ്റീരിയൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ ഇതാണ് എക്സ്റ്റീരിയൽ ആംഗിൾ. ഓക്കെ, AC ആണ് എക്സ്റ്റീരിയൽ ആംഗിൾ. ഞാൻ BDC എന്ന് പറഞ്ഞ ആംഗിൾ എടുക്കുകയാണെങ്കിൽ DC ആണ് എക്സ്റ്റീരിയൽ ആംഗിൾ. എക്സ്റ്റീരിയൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഓപ്പോസിറ്റ് ഇന്റീരിയൽ ആംഗിൾ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ABC ആണ് എടുക്കുന്നതെങ്കിൽ ആംഗിൾ AC എന്ന് പറഞ്ഞാൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B ആയിരിക്കും എന്ന് പഠിക്കുക. BDC ആണ് എടുക്കുന്നതെങ്കിൽ ആംഗിൾ DCE എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഓപ്പോസിറ്റ് നിങ്ങൾ വെച്ചാൽ BDC പ്ലസ് DBC ആയിരിക്കും. അതനുസരിച്ച് ചെയ്തു. ഞാൻ പറഞ്ഞ ഡബിൾ വരും. കൃത്യമായ ആൻസർ എത്ര കിട്ടും? 100 ഡിഗ്രി. എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ട്രയാങ്കിൾ ABC. അപ്പം നമ്മുടെ ഫിഗർ ഒക്കെ വരയ്ക്കണം. ട്രയാങ്കിൾ ABC എന്ന് പറയുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ ABC വരച്ചു. ഓക്കെ, ABC ഇത് പേരൊക്കെ കൊടുക്കും. ഓക്കെ, വളരെ പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞ അഡ്വാൻസ് സബ്ജക്റ്റ് ആണ്. എക്സാമിന് ഉറപ്പാണ്. ജോമെട്രി 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, BC ഈസ് എക്സ്റ്റെൻഡ് അപ് ടു D. ഓക്കെ, C എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ഇനി എന്താ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ കൃത്യം വലുതായിട്ട് വരയ്ക്കുന്നത്. D എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ അതെന്താ പറഞ്ഞേക്കുന്നത്? സച്ച് ദാറ്റ് CD ഈക്വൽ ടു AC എന്ന് പറഞ്ഞു. CD. അപ്പോൾ നമുക്ക് ഇതൊന്ന് യോജിപ്പിക്കാം. ഓക്കെ, ഞാനിതങ്ങ് യോജിപ്പിച്ചു. ഓക്കെ, ഇതങ്ങ് യോജിപ്പിച്ചു. ഓക്കെ, അപ്പോൾ CD എന്ന് പറഞ്ഞാൽ AC-ക്ക് തുല്യം എന്ന് പറഞ്ഞു. CD-യും AC-യും എന്താണെന്ന് പറഞ്ഞു? തുല്യമാണെന്ന് പറഞ്ഞു. BAD എന്ന് പറയുമ്പോൾ നമുക്കറിയാം BAD ടോട്ടൽ ആംഗിൾ ആണ് പറഞ്ഞേക്കുന്നത്. എത്ര? 109. അല്ലാതെ BAC അല്ല പറഞ്ഞേക്കുന്നത്, BAD ആണ് പറഞ്ഞേക്കുന്നത്. 109 ഡിഗ്രി. ഈ ആംഗിളും നമുക്കറിയില്ല. എന്ന് വെച്ചാൽ ABC നമുക്കറിയില്ല, DAC നമുക്കറിയില്ല. എന്താ കണ്ടുപിടിക്കുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ACB ആംഗിൾ ACB എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി. ACB എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ദ വാല്യൂ ഓഫ് ആംഗിൾ ABC നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ABC ആണ് കണ്ടുപിടിക്കുക. പേര് പോലും ഇല്ല, നമുക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റുള്ള പോലെ. അപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതൊരു 2 സൈഡ്സ് തുല്യമാണെന്ന് പറഞ്ഞു. ഓക്കെ, 2 സൈഡ്സ് തുല്യമാണെന്ന് ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ലേ? 2 സൈഡ്സ് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവനെ എന്ത് വിളിക്കാം? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിച്ചുകൂടെ? 2Dക്കകത്ത് ഞാൻ പഠിപ്പിച്ചല്ലേ? ഈ 2 സൈഡ്സ് തുല്യമാണെങ്കിൽ, നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ 2 സൈഡ്സ് തുല്യമാണെങ്കിൽ ഈ 2 ആംഗിൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. നമ്മൾ ഈ 2 സൈഡ്സ് തുല്യമാണെങ്കിൽ ഈ 2 ആംഗിൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ല, ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, ഈ 2 സൈഡ് തുല്യമാണെങ്കിൽ, ഞാൻ പറഞ്ഞു വേറെ വരയ്ക്കുന്നില്ല, നമുക്കറിയാം ഈ ആംഗിളും അതുപോലെ തന്നെ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് X ആണെങ്കിൽ ഇത് എന്തായിരിക്കും? X ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആംഗിൾ ABC കണ്ടുപിടിക്കണം. ഇത് 72 ഡിഗ്രി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു ലൈനിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ? ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ എത്ര ആയിരിക്കും? 180 ഡിഗ്രി. എഴുതി വെച്ചോളൂ. ലൈനിൻ്റെ ടോട്ടൽ ആംഗിൾ എത്ര? ലൈനിൻ്റെ ആംഗിൾ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ 80 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 100 ഡിഗ്രി വരും. ഇവിടെ 70 ആണെങ്കിൽ 110 ഡിഗ്രി വരും. 180 എന്ന് കുറയ്ക്കും. ഓക്കെ, ഇവിടെ 72 ഡിഗ്രി ആയതുകൊണ്ട് നമുക്കറിയാം ഒരു ലൈനാണ്. നമുക്ക് ഇവിടെ എത്ര വരും? 108 ഡിഗ്രി. ശരിയല്ലേ? 108 ഡിഗ്രി. ഇവിടെ 72 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 108 ഡിഗ്രി വരും. കാര്യം രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 180. മോനെ ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ 180 ആണ്. 180 മൈനസ് 108 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 ഡിഗ്രി വരും. ഞാൻ പറഞ്ഞു ഈ 2 ആംഗിൾ തുല്യമാണെങ്കിൽ ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 72 വരണമെങ്കിൽ ഇത് 36 ഡിഗ്രി ആയിരിക്കണം. ഇതും എത്ര ആയിരിക്കണം? 36 ആയിരിക്കണം. ഞാൻ പറഞ്ഞു പല മെത്തേഡ് ഉണ്ട് കേട്ടോ. ജോമെട്രി ആയാലും ട്രിഗണോമെട്രി ആണെങ്കിലും ഒഴിച്ചുപറയാൻ ഒരുപാട് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുവാണ്. ഇത് 36 ആയിരിക്കും, ഇത് എത്ര ആയിരിക്കും? 36 ആയിരിക്കും. 2 ഈക്വൽ ആണെന്ന് പറയാൻ കാര്യം ഐസോസെലസ് നിങ്ങൾ എഴുതി വെക്കണം. ACD എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് എഴുതി വെക്കണം. അപ്പം 36. ഓക്കെ, ഇത് 36 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ 36 ഡിഗ്രി കിട്ടി, ഇത് 36 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഈ ആംഗിളാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഈ ഒരു വലിയൊരു ട്രയാങ്കിൾ എടുത്തു, ഇവിടെ 36 എന്ന് പറഞ്ഞു. ഇത് മൊത്തത്തിൽ എത്രയാണെന്നറിയാം? 109 ഡിഗ്രി എന്നറിയാം. രണ്ടുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 109. വളരെ ഈസി ആയിട്ടൊക്കെ ചെയ്ത് പോയാൽ 145 ഡിഗ്രി വരും. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 35 ഡിഗ്രി. ABD എന്ന് പറയുന്ന ട്രയാങ്കിളാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? 35 ഡിഗ്രി ആൻസർ വരും. ആൻസർ ഓപ്ഷനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. 35 ഡിഗ്രി ഓപ്ഷൻ എ ഉത്തരം. ഞാൻ പറഞ്ഞത് പല പ്രാക്ടീസ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട് കേട്ടോ. ഞാൻ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആൻസർ എത്ര വരും? 35 ഡിഗ്രി.